ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിലാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റുന്ന 5 ടൈപ്പ് കണ്ടന്റ്. ഈ 5 ടൈപ്പ് കണ്ടന്റ് നിങ്ങൾ ഫേസ്ബുക്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പെട്ടെന്ന് ഗ്രോത്ത് നേടാൻ സാധിക്കും. ആ 5 കണ്ടന്റ് ഏതൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന 5 ടൈപ്പ് കണ്ടന്റിൽ അതിൽ ഒന്നാം നമ്പറാണ് സോഷ്യൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഫേസ്ബുക്കിൻ്റെ കാര്യമാണ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എല്ലാം പറയുന്നത്. ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് നേടാൻ പറ്റുന്ന, മില്യൺ കണക്കിന് വ്യൂസ് നേടാൻ പറ്റുന്ന ഒരേ ഒരു ടോപ്പിക്കാണ് സോഷ്യലായിട്ടുള്ള മാറ്റർ. അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസുകൾ. അത് എന്തുമായിക്കോട്ടെ. ചിലപ്പോൾ അത് എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള കേസാവാം, ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് പോലെയുള്ള കേസാവും, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിട്ടുള്ള കേസാവും. അങ്ങനെ എന്തുമായിക്കോട്ടെ, ട്രെൻഡിങ് ന്യൂസ് അതാണ് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ നമുക്ക് വൈറലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ്. അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം? ആ കണ്ടന്റ് ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലുകാരെ ന്യൂസ് എടുത്തിട്ട് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യലല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീമിന്റെ കണ്ടന്റ്, അതായത് റീല് എടുത്തിട്ട് ഡയറക്റ്റ് നിങ്ങളുടെ ചാനലിൽ കിട്ടലല്ല. നിങ്ങൾ ഒരു കണ്ടന്റ് നിങ്ങളുടെ മുന്നിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ, അത് ന്യൂസിലും ആയിക്കോട്ടെ എന്തിലും ആയിക്കോട്ടെ, നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ പാർട്ടായിട്ട് ഹാഫ് നിങ്ങളുടെ ഫേസും ഹാഫ് ആ ന്യൂസും വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. അല്ലാതെ ഡയറക്റ്റ് അവരുടെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണ് ഈ ഒരു കണ്ടന്റ്. അതായത് ഈ ഒരു ടൈപ്പ് കണ്ടന്റ്, അത് നമ്മൾ സോഷ്യലായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ സ്വന്തം ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് അവരുടെ വീഡിയോയുടെ കൂടെ നമ്മളുടെ പാർട്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ വൈറലാവാനുള്ള സാധ്യത. ഓക്കെ, ഇനി രണ്ടാം നമ്പർ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്, ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കോമഡി ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും പെട്ടെന്ന് റീച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്, പെട്ടെന്ന് വൈറലാവാനുള്ള സാധ്യതയുണ്ട്. കോമഡി ആകുമ്പോഴേ എല്ലാ തരത്തിലുള്ള ആൾക്കാരും അതിനെ ആക്സെപ്റ്റ് ചെയ്യും. അതിൽ ഭാഷ വരെ അതിൽ നോക്കൂല. ചില റിയാക്ഷൻ വീഡിയോസ് ഉണ്ടാവാറുണ്ട്, സംസാരം ഇല്ലാത്ത വെറും ആക്ഷൻ മാത്രം. അതാകുമ്പോഴേ ലോകം മൊത്തത്തിൽ ഈ കോമഡി പെട്ടെന്ന് സ്പ്രെഡ് ആവും നിങ്ങളുടെ കണ്ടന്റ്. ഇപ്പൊ ഈ ഞാൻ പറയുന്നത് മറ്റേ കാൽബ്രോ ബിജു എന്നില്ല, അവര് വെറും റിയാക്ഷനിലാണ് ഫസ്റ്റ് ക്ലിക്ക് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്കും ഓൺലി റിയാക്ഷൻ, സംസാരം ഇല്ലാതെ റിയാക്ഷൻ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു കണ്ടന്റിനെ വൈറലാക്കി എടുക്കാൻ പറ്റും. അതിൽ കോമഡി ആണെന്നുണ്ടെങ്കിൽ നല്ല സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോമഡിയിലേക്ക് കുറച്ച് കൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രോത്ത് നേടാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ മൂന്നാമത് ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ബ്ലോഗ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോഗ് ആണ് ട്രാവലായിട്ടുള്ള ബ്ലോഗ്. മനസ്സിലായേ? നിങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ആ സ്ഥലത്തിൻ്റെ അവസ്ഥകളെ കുറിച്ചിട്ടും ആ സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻറ്റിനെ കുറിച്ചിട്ടും ഒന്ന് വിശദീകരിച്ചിട്ട് നിങ്ങൾ ഒരു കണ്ടന്റ്, ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ടോപ്പിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ച് കൂടി പെട്ടെന്ന് വൈറലാക്കി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ കഥ പറയാന്ന് പറയുന്ന ഉസ്താദിൻ്റെ ബ്ലോഗ്, അതുപോലെ തന്നെ മല്ലു ട്രാവലർ, അതുപോലെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ, അതുപോലെ തന്നെ വേറൊരു സുഹൃത്തിൻ്റെ കൂടെ ഒരു ചെറിയൊരു പയ്യനുണ്ട്, ഈ നമ്മളെ ഹിമാലയത്തിലെല്ലാം പോയിട്ട് വീഡിയോ എടുക്കുന്ന, പേരെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇങ്ങനെ ട്രാവലിംഗ് ബ്ലോഗ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രാവലിംഗുമായിട്ട് ബന്ധപ്പെട്ട ഈ ടോപ്പിക്ക് ബ്ലോഗും പെട്ടെന്ന് റീച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എല്ലാവരും അങ്ങ് ഒരുപാട് ലോങ്ങിൽ പോകണമെന്നൊന്നുമില്ല. നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് തന്നെ ഒരുപാട് നല്ല നല്ല പ്ലേസ് ഉണ്ട് പരിചയപ്പെടുത്താൻ പറ്റിയത്. അത് നമ്മളുടെ പ്രസൻറ്റേഷനും കൂടി അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലോഗും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കിയിട്ട് ഗ്രോത്ത് നേടിയിട്ട് ഫേസ്ബുക്കിൽ വിജയിക്കാൻ പറ്റും. പിന്നെ നാലാമത് ഫേസ്ബുക്കിൽ വിജയിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്, അതായത് നമ്മൾ ഈ ഡബ് സൗണ്ട്, സിനിമ ഡയലോഗായിട്ടുള്ള സൗണ്ടുകൾ, അതുപോലെ തന്നെ ഫണ്ണി ആയിട്ടുള്ള കോമഡി ഡയലോഗ്സ്, മറ്റുള്ളവരാക്കിയ റീലായാലും കുഴപ്പമില്ല, അത് നമ്മൾ ആക്ട് ചെയ്യൽ, കുറച്ച് അത്യാവശ്യം ആക്ട് ചെയ്യാൻ അറിയണം.
പിന്നെ അതിൽ തന്നെ പിന്നെ സിനിമ സോങ്സ്, അത് ഹിറ്റ് ആയിട്ടുള്ള സോങ്ങിൽ നമ്മൾ ലിപ്പ് കൊടുക്കൽ. അതേ സെയിം ലിപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലിപ്പ് നമ്മുടെ ഫേസിന്റെ എക്സ്പ്രഷൻ ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള പിന്നെ ടോപ്പിക്കും പെട്ടെന്ന് റീച്ച് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡാൻസ്, ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടിന് നമ്മൾ അതേ സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ ഡാൻസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് പെട്ടെന്ന് റീച്ച് കൂടാനുള്ള സാധ്യത കൂടും. പിന്നെ നമുക്ക് അഞ്ചാമത് ഫേസ്ബുക്കിൽ സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടോപ്പിക്കാണ് ഡേ ലൈഫ്. അതായത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് നമുക്ക് റീച്ച് ആവണമെന്നില്ല, പക്ഷേ റീച്ച് ആയിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് വരികയും ചെയ്യും. നമ്മുടെ പിന്നെ നമ്മുടെ ഫേസ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും മറ്റുള്ള നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ പുതിയ ഒരു ഫുഡ് ഐറ്റംസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ സെലിബ്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പുറത്തേക്ക് എവിടെയും പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ട എന്ത് മാറ്ററും നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതും പെട്ടെന്ന് റീച്ച് ആവാനുള്ള സാധ്യത. പെട്ടെന്നാവില്ല, അതിന് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ഈ 5 ടൈപ്പ് ടോപ്പിക്കാണ് ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സക്സസ്ഫുള്ളാക്കി എടുക്കാൻ പറ്റുന്ന ടോപ്പിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ 5 ടോപ്പിക്കിന് ആദ്യം ഇമ്പോർട്ടൻ്റ് കൊടുക്കാം. ഇത് 5 പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 6ാമത്തേലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.